ഇതാണ് നമ്മുടെ പട്ടിത്താനം റൗണ്ടാന. ഏറ്റുമാനൂരിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാണക്കാരി, എറണാകുളം, തലയോലപ്പറമ്പ്, വൈക്കം റൂട്ടാണ്. നമുക്ക് പോകേണ്ടത് തൃശ്ശൂർ റൂട്ട്. നേരെ റൈറ്റ് കയറി തൃശ്ശൂർ റൂട്ട്, മൂവാറ്റുപുഴ, തൃശ്ശൂർ, പാലക്കാടൊക്കെ പോകുന്ന റൂട്ടിലാണ് പോകേണ്ടത്. നമുക്ക് തിരിയേണ്ട സ്ഥലം വെമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ്. വെമ്പള്ളി കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിഞ്ഞ് അമ്പലത്തിലോട്ടുള്ള റൂട്ടിലോട്ട് കയറേണ്ടത്. ഇതാണ് നമ്മുടെ കുറവലങ്ങാട് പോകുന്ന റൂട്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ലെഫ്റ്റിലോട്ടുള്ള വഴിയിലൂടെയാണ് കയറിപ്പോകേണ്ടത്. ഇവിടെ അമ്പലത്തിൻ്റെ ഒരു ബോർഡ്, ചെറിയൊരു ബോർഡാണ് വെച്ചിട്ടുണ്ട്. വേറെ തിരിച്ചറിയാനായിട്ടുള്ള അടയാളങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ റൂട്ടിലോട്ട് നമുക്ക് കുറച്ചങ്ങ് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് കാണുന്നത്. പോകുന്ന വഴിക്ക് തന്നെ വേറൊരു ക്ഷേത്രമുണ്ട്. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം, സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള അമ്പലം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായതുകൊണ്ട് ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇറങ്ങി നിൽക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. വരുന്ന സമയത്ത് കുറേ കുട്ടികൾ നീന്തുന്നതിനായിട്ട് വെള്ളത്തിലൂടെ നീന്തൽ പഠിക്കുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയില്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങോട്ട് കാണാം. നീന്തൽ അറിയത്തില്ലാത്ത പിള്ളേർക്ക് വരെ ഇവിടെ ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. താഴോട്ട് ഒഴുക്കില്ലാത്തതുകൊണ്ടും ഇവിടം വരെ മാത്രമേ ഉള്ളൂ. അധികം താഴ്ചയില്ലാത്തതുകൊണ്ടും പിള്ളേർക്കൊക്കെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്.
ഇവിടെ വരുന്ന ആൾക്കാർ, വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. രാവിലെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രാവിലെയും വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കാണ്. നിങ്ങളൊരു ഉച്ച സമയത്തോടു കൂടി വരുവാണെങ്കിൽ വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കൊതന്നൂർ എത്തിയിട്ട് കളത്തൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലോട്ട് എത്താൻ പറ്റും. കുറേയധികം കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്രധാന പരിപാടി ഈ വെള്ളത്തിൽ ചാട്ടമാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടുള്ള എത്താനുള്ള വഴി ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഏറ്റുമാനൂർ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ആദ്യം പട്ടിത്താനത്ത് വരിക. പട്ടിത്താനത്ത് നിന്ന് ലെഫ്റ്റ് തിരിയുക, മൂവാറ്റുപുഴ റൂട്ടിൽ കയറുക. കുറവലങ്ങാട് മൂവാറ്റുപുഴ പോണ റൂട്ടിൽ കയറുക. അവിടെ വെമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വെമ്പള്ളി നോർത്ത്. വെമ്പള്ളി എം സി റോഡിൽ നിന്നും വെമ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ടൊരു വഴി ഉണ്ടാവും, ചെറിയൊരു വഴി. അതിലേക്ക് കടന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്താൻ പറ്റുന്നതാണ്. ഏറ്റുമാനൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു വഴിയാണത്. അല്ലാന്നുണ്ടെങ്കിൽ കാണക്കാരി കഴിഞ്ഞിട്ട് കളത്തൂർ എന്ന ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. വെമ്പള്ളിയിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് അകത്തേക്ക് കയറി പോവാം. പോകുന്ന വഴിക്ക് നമുക്ക് ബോർഡുകൾ കാണാൻ പറ്റും അമ്പലത്തിലേക്കുള്ള. അത് നോക്കി തന്നെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്താൻ കഴിയുന്നതാണ്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ടൈം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വരുന്നവരതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്നുള്ള കാര്യം കൂടി വരുന്നവർ ഓർക്കുക.